ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും. ആദ്യമായി കാണുന്ന കൂട്ടുകാരായിരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നലെ നമ്മുടെ പുറത്തെ അടുപ്പ് വിശേഷങ്ങളൊക്കെ ആയിരുന്നു കണ്ടത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോഴേ ഇനിയിപ്പോഴെന്നല്ല, ചൂടൊക്കെ തുടങ്ങി, നല്ല ചൂടായി തുടങ്ങി, കത്തു കേട്ടോ. എൻ്റെ ചെടിയൊക്കെ വാടിത്തളർന്നു. അപ്പോൾ ഞാൻ വാടിത്തളരാതെ ഇരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് എന്നും കേട്ടോ. ചെയ്തില്ലെങ്കിൽ ഞാൻ സത്യമായിട്ട് അടി തരും. ഞാൻ മുല്ലക്കമ്പൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്, ഉണങ്ങാണ്ട് അവിടെ ഇട്ടിട്ടുണ്ട്. നാളെ മുതൽ അത് എടുത്തുകൊണ്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ സ്കിന്നൊക്കെ ഇനിയിപ്പോൾ നമ്മുടെ കാലും കൈയും ഒക്കെ മൊരിച്ചിലും ഒക്കെ ഉണ്ടാവും. അപ്പോഴേ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടണ്ടേ. അപ്പോൾ സുപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് ഞാൻ എന്നേ ഉണ്ടാക്കി വെച്ചതാണ്. ഇത് മാത്രം ഫ്രിഡ്ജിൽ വയ്ക്കാൻ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. എപ്പോഴേ ഇത് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോഴേ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്ന് ഞാൻ പറയാം. അപ്പോഴേ മുഖത്ത് നല്ല മൊരിച്ചിലും കളറും ഒക്കെ മൊരിച്ചിൽ മാറിക്കിട്ടും നല്ല കളറ് കിട്ടാൻ നമ്മുടെ കുഞ്ഞുമാവന്മാരൊക്കെ ആയിട്ടിരിക്കുമ്പം നമുക്ക് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഇതിനകത്ത് ഒരു സംഭവം തേച്ചൊക്കെ കുളിപ്പിക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോഴേ 3 കൂട്ടം സാധനങ്ങൾ മതി ഇതിന് കേട്ടോ. ചൂട് ചോറല്ല, ചോറ് വേണം. പച്ചമഞ്ഞളും ചോറും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു തുണിയിലോ ഒരു അരിപ്പയിലോ അത് നമ്മൾ അരിച്ചെടുത്തിട്ട് നമുക്ക് ഈ അലോവേര ജെല്ല് അതിനകത്ത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തങ്ങോട്ട് പുരട്ടി നോക്ക്, നല്ല കളറ് കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഒരു സംഭവം നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ചെയ്യും. പച്ചമഞ്ഞൾ, പണ്ടത്തെ കാലത്ത് കളറ് കിട്ടാനൊക്കെ പച്ചമഞ്ഞളായിരുന്നു എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴല്ലേ നമുക്ക് എന്തെല്ലാം ഓരോരോ നമ്മളൊക്കെ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പം കേട്ടോ. അന്നൊന്നും ആ സമയത്തൊന്നും ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. പച്ചമഞ്ഞളിൻ്റെ കളിയായിരുന്നു കേട്ടോ അന്നൊക്കെ. അപ്പോഴേ നിങ്ങളും പച്ചമഞ്ഞളില്ലെങ്കിൽ സുപ്പിൻ്റെ വീട്ടിലോട്ട് വന്നു പച്ചമഞ്ഞൾ ഞാൻ തരാം. പകരം എനിക്ക് കസ്തൂരി മഞ്ഞൾ ആരെങ്കിലും ഇച്ചിരി തന്നാൽ മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇനി ഞാൻ നോക്കട്ടെ. എനിക്ക് നമുക്കിവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കാണില്ല. ഇനിയിപ്പോൾ ഉണക്ക് സമയമല്ലേ, ഇവനങ്ങ് പട്ടുപോകും. കിളിർത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ നോക്കും. എനിക്ക് തോന്നുന്ന ഒരു മൂടുണ്ട്. ഞാൻ ഇതുവരെ അത് എടുത്തില്ല. ഉണ്ടെങ്കിൽ ഞാൻ ഈ പച്ചമഞ്ഞൾ അങ്ങോട്ട് തരുമ്പം എനിക്ക് ഇച്ചിരി കസ്തൂരി മഞ്ഞൾ ആരായാലും തന്നാൽ മതി കേട്ടോ. എനിക്ക് ആരെന്നൊന്നുമില്ല. ഞാൻ ഒത്തിരി പേരോട് ഇച്ചിരി കടം തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സൂപ്പ് അരച്ച് വെച്ചിരുന്നത് കേട്ടോ. ഇത് എത്ര നാളായതെന്നാ. ഇത് മാത്രം അരച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചോളാൻ ഞാൻ പറയും. എന്ന് വെച്ചാൽ ഇത് പന്നലാത് ചീത്തയാകത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഈ ചോറിനകത്ത് നമ്മൾ ഒഴിക്കാൻ പാടില്ല, അരഞ്ഞ് കിട്ടണമെന്ന് പറഞ്ഞ്. അപ്പോഴും ഞാനൊരു ഇച്ചിരി ഏറെ ഞാൻ അന്നെടുത്ത് അരച്ചായിരുന്നു ചോറും പച്ചമഞ്ഞളും കൂടെ. ഇതേ അരച്ച് എത്രയും നാളായി, 1-2 മാസം ഒന്നും അല്ല ഇത് കേട്ടോ. ഇത് ഞാൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോഴതാണിത്. ഇതിനകത്ത് നമുക്ക് അലോവേര ജെല്ലാണ് മിക്സ് ചെയ്ത് വെക്കേണ്ടത്. നമ്മളിത് ചെയ്ത് വെക്കുമ്പോൾ ഇച്ചിരി അതിനകത്ത് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തുടരെ ഇങ്ങനെ എടുക്കത്തില്ല. അപ്പോൾ ഇച്ചിരി വീണ്ടും കുറച്ച് അലോവേര ജെല്ലും കൂടി ഇട്ട് നമ്മൾ മുഖത്തിട്ട് കൊടുത്താൽ കേട്ടോ. തണുപ്പ് കാലാവസ്ഥയ്ക്ക് നല്ലതാണ്. നമ്മൾ ആ സ്പൂൺ അതിനകത്ത് ഇട്ടത് കൊണ്ട് സൂപ്പ് ചിത്തോണ്ടി എടുക്കും കേട്ടോ. കയ്യിലൊന്നും ഇല്ലല്ലോ. അത് ഇനി നമ്മൾ ഇതിനകത്തോട്ടിട്ടാലേ നമ്മുടെ ഈ അലോവേര ജെല്ല് ചീത്തയായി പോവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഒരു ചില്ല് കുപ്പിയിലോ ഇതുമാതിരി നമ്മൾ അലോവേര ജെല്ലൊക്കെ വാങ്ങിക്കത്തില്ലേ, ഇതിനകത്തോ ഞാൻ ഇതുമാതിരിയുള്ള ഒരു പാത്രത്തിനകത്താണ്. ഇനി ഇച്ചിരിയും കൂടെ ഇരിപ്പുണ്ട്. ഞാൻ ആവശ്യത്തിന് അപ്പോഴപ്പോഴിങ്ങനെ എടുത്തിങ്ങനെ ചെയ്യത്തേ ഉള്ളൂ. ഇങ്ങനെ അരച്ചിച്ചിരി അങ്ങ് വെച്ചേക്കും കേട്ടോ. ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ പച്ചമുളക് ഇതെല്ലാം അങ്ങ് തെറ്റിപ്പോവാണല്ലോ, അടി വാങ്ങിയെന്ന് ആക്കാൻ നിനക്ക്. അപ്പോൾ ഈ പച്ചമഞ്ഞളിൻ്റെ മണമൊക്കെ എന്തോ വാസനയാണെന്നറിയാമോ. അപ്പോൾ നല്ലൊരു ടിപ്പാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിത് അലോവേര ജെല്ല് മിക്സ് ചെയ്താണ് ചോറും നമ്മുടെ പച്ചമഞ്ഞളും കുറച്ച് അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ വെച്ചിരുന്നത് കേട്ടോ. അതേമാതിരിയുള്ള നമ്മുടെ ടിന്നിനകത്ത്. അപ്പോൾ നമ്മളിങ്ങനെ തുടരെ എടുക്കുമ്പോൾ കുറച്ച് അലോവേര ജെല്ലും കൂടെ നമുക്കിതിനകത്ത്
ചേർത്ത് നമുക്കിങ്ങനെ മുഖത്തിട്ട് കൊടുക്കാം കേട്ടോ. നല്ല കളർ കിട്ടാൻ നല്ലതാണ്. നമ്മുടെ ഈ ചൂട് കാലാവസ്ഥയ്ക്ക് നമ്മുടെ ഫേസൊക്കെ നല്ല ക്ലിയറും സോഫ്റ്റും ഒക്കെ ആവാനും നിറം വയ്ക്കാനും ഒക്കെ നമുക്ക് നല്ലതാണ്. ഇതാണ് കേട്ടോ, ഇതാണ് സംഭവം. അപ്പോഴെന്താ നല്ല ആ പച്ചമഞ്ഞളിൻ്റെ മണമൊന്നും ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ ദിവസം നമുക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ദിവസം നിങ്ങളൊന്ന് ഇട്ട് നോക്കി, നമ്മുടെ മുഖത്തൊക്കെ നല്ല കളറ് കിട്ടും. ഇത് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നത് കൊണ്ട് തന്നെ നല്ല തണുപ്പാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതേപോലുള്ള തണുപ്പ് നല്ലതാണ് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ. പിന്നെ ഇത് ഞാൻ വെള്ളച്ചോറിൻ്റെ വെള്ളച്ചോറാട്ടോ ഞാനിത് അരച്ചത്. ചുമന്ന ചോറല്ല, വെള്ളച്ചോറാണ് ഞാൻ അരച്ച് വെച്ചിരുന്നത് കേട്ടോ. ഇങ്ങനെ പുരട്ടി നമ്മൾ മറ്റേ പായ്ക്കുകളൊക്കെ ഇടുന്നത് പോലെ തന്നെ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് കഴുകി മാറ്റാം കേട്ടോ. പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ ഇതൊക്കെയായിരുന്നു. ചോറല്ല, അലോവേര ജെല്ലൊന്നും അല്ല, പക്ഷേ ഈ പച്ചമഞ്ഞളും ഒക്കെ ആയിരുന്നു അവർ ഈ പ്രസവ ശുശ്രൂഷയ്ക്കും പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കും ഒക്കെ ഇങ്ങനെ തേച്ച്, പിന്നെ ഒരു 10-13 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ അരച്ച് പുരട്ടുന്നത് നമ്മൾ സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ മഞ്ഞളൊക്കെ തേച്ച് ഇങ്ങനെ കുളിക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ലഡു പൊട്ടും, 1 ലഡു 2 ലഡു 3 ലഡു. ഇത് കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അന്തർജനങ്ങൾ, ബ്രാഹ്മിൺസ് സ്ത്രീകൾ, അവർ ഇങ്ങനെയൊക്കെ എങ്ങോട്ട് കുളിക്കാനൊക്കെ പോയാൽ നമ്മൾ സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ മഞ്ഞൾ തേച്ച് കുളിയൊക്കെ പണ്ട് കാലത്ത് നടത്തിയിരുന്നു. നമ്മൾ ഫുള്ള് തേച്ചില്ലെങ്കിലും മുഖത്തെങ്കിലും നിങ്ങളൊന്ന് ഇട്ട് നോക്കുക കേട്ടോ. മുഖത്തെങ്കിലും നിങ്ങളൊന്ന് ഇട്ട് നോക്കൂ. ഫുള്ളായിട്ട് ഇടണമെന്നൊന്നും ഞാൻ പറയത്തില്ല. അത് ഇത് അരച്ചിട്ട് നമ്മളൊരു തുണിക്കകത്തോട്ടോ അരിപ്പയില അരിച്ചെടുത്തത് കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. പാടാണ്, പിഴിഞ്ഞ് കിട്ടാൻ നമുക്ക് പാടാന്ന് വെച്ചാൽ വെള്ളം ഒട്ടും ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം ഇതിനകത്ത് ആക്കരുത്. പിന്നെ കുറച്ച് ഇട്ടത് കൊണ്ട് നമ്മുടെ ചെറിയ ജാറിനകത്ത് അങ്ങനെ അരഞ്ഞു വരത്തില്ല. അപ്പോൾ ഞാനിത് ഇച്ചിരി ഏറെ എടുത്ത് ഇങ്ങനെ അരച്ച് വെച്ചിരുന്നല്ലോ കേട്ടോ. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. എത്ര മാസമായതാണെന്നറിയാം ഇത് സംഭവം. പക്ഷെ ആ പച്ചമഞ്ഞളിൻ്റെ ആ മണമൊക്കെ ഇപ്പോഴും എനിക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 15 മിനിറ്റൊക്കെ ഇരിക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ഞാൻ ഇന്നിപ്പോൾ ഇവിടോട്ട് ഇട്ടിട്ടില്ല, കുറച്ചേ എടുത്തുകൊണ്ട് വന്നുള്ളൂ കേട്ടോ. ബാക്കി ഫ്രിഡ്ജിൽ തന്നെ ഞാൻ വെച്ചു. ഇത്രയും മതി. രാവിലെയോ വൈകിട്ടോ ഒക്കെ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഇത് പുരട്ടാം കേട്ടോ. തീർന്നു കേട്ടോ. അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ. പാവമല്ലേ ഈ സൂപ്പ്, എന്നും ഈ സൂപ്പ് വന്നിരുന്ന് വായിട്ട് അലയ്ക്കുന്നത് നിങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയല്ലേ? ചെയ്യണം കേട്ടോ, ചെയ്ത് നോക്കണം. മിടിക്കുകയാണെന്ന് പറയണം കേട്ടോ. നമ്മളെല്ലാവരും മിടിക്കുകയാണ്. അപ്പോഴിങ്ങനെ ഇരിക്കട്ടെ. നമുക്കിനി ഇത് ഉണങ്ങട്ടെ കേട്ടോ. ഉണങ്ങുമ്പോൾ നമുക്ക് കഴിക്കണമല്ലോ, വ്യത്യാസം നമുക്ക് മനസ്സിലാവും. നമ്മുടെ പായ്ക്കൊക്കെ വീണ്ടും ഉണങ്ങി വന്നു. ഇപ്പോഴാണ് വായന്ന് തുറന്നത് ഞാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ മുറുകി പിടിച്ചിരിക്കുന്ന എൻ്റെ കൂട്ട് കേട്ടോ. അനങ്ങാതെ അവിടെ ഇരുന്നേത്. അപ്പോൾ ഇതുമാതിരിയുള്ള പായ്ക്കലിട്ടിട്ട് നമ്മൾ സംസാരിക്കരുത് കേട്ടോ. ഒട്ടുമേ നമ്മൾ വായ അനക്കാനേ പാടില്ല കേട്ടോ. എന്ന് വെച്ചാൽ ചോറും ഇതെല്ലാം കൂടെ ഉള്ളതല്ലേ, നല്ലൊരു ഇച്ചിരി കട്ടിക്ക് തന്നെ ആണല്ലോ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് കഴുകിക്കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ നമ്മുടെ പായ്ക്കൊക്കെ എടുത്ത് മാറ്റി കേട്ടോ.
അപ്പോഴും അടിപൊളി കിടുക്കാച്ചിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കുമോ? അപ്പോഴും പച്ച മഞ്ഞൾ അല്ലാതെ തന്നെ വെറുതെ ആണെങ്കിലും നമുക്ക് നമ്മുടെ ദേഹത്തൊക്കെ തേച്ച് കുളിച്ചാൽ നല്ല കളർ കിട്ടും കേട്ടോ. പച്ച മഞ്ഞൾ മാത്രമായിട്ട് നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ നമ്മളീ ബ്യൂട്ടി ടിപ്പൊക്കെ ചെയ്യാൻ മഞ്ഞൾപ്പൊടി എടുക്കുമല്ലോ. ഇത് പച്ച മഞ്ഞൾ തന്നെ നമ്മൾ ഉണക്കി പൊടിക്കണം. പച്ച മഞ്ഞൾ പിഴുത് എനിക്ക് രണ്ട് സൈഡിൽ ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ. അത് പിഴുതിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നൈസായിട്ട് അരിയണം. എന്നിട്ട് നമ്മൾ ഉണക്കിയിട്ട് പൊടിച്ചെടുക്കണം. പെട്ടെന്ന് പൊടിയും കേട്ടോ. അല്ലാതെ പിന്നെ നമ്മൾ ആ ഉണ്ടയായിട്ട് തന്നെ ഇട്ട് ഉണക്കിയാൽ അത് ഭയങ്കര നമ്മുടെ മിക്സിയുടെ ജാറിനകത്തൊന്നും അതിനകത്തിട്ട് പൊടിക്കാൻ ഒക്കത്തില്ല കേട്ടോ. പിന്നെ പുഴുങ്ങി ഉണങ്ങിയത് ഒക്കോ ശരിയാവും, കുഴപ്പമില്ല. പിന്നെ കുഴപ്പമില്ല കേട്ടോ. എന്തായാലും നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത് ആ കവറിനകത്ത് മഞ്ഞൾപ്പൊടി എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കഴിവതും അത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞില്ലേ സുപ്പ് തരാം, ഇങ്ങോട്ട് വന്നാൽ മതി, സുപ്പ് തരാം പച്ചമഞ്ഞൾ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ 10, 13, 16, 10, 20 വയസ്സൊക്കെയുള്ള നമ്മുടെ പെൺമക്കൾക്കും ഇതൊക്കെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ചിലർ പറയുന്നേക്കാം ഈ നമ്മുടെ ഈ മുഖത്തൊക്കെ രോമം അതൊക്കെ പോകുന്നതിന് മഞ്ഞൾ നല്ലതാണെന്ന്. എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് മീശയും തടിയൊന്നുമില്ല. ഇങ്ങനെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ. ഇത് നമ്മുടെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആവും കേട്ടോ. മസാജ് ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഇച്ചിരി കട്ടിക്കൊന്ന് ഇട്ട് കൊടുക്കാൻ നോക്കും. ചോറൊക്കെ ആകുമ്പോൾ ഇച്ചിരി കട്ടിയുണ്ടല്ലോ. ഇത് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ സ്കിന്ന് കേട്ടോ. വീണ്ടും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് പായ്ക്കുകളൊക്കെ ഇടുമ്പോൾ നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആവും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കേ. അപ്പോൾ നേരത്തെ ആ ഒരു ഇതുപോലല്ല നമ്മുടെ സ്കിന്നൊക്കെ. അപ്പോൾ ഏത് പായ്ക്കുകളാണെങ്കിലും ഒരു പ്രാവശ്യം കൊണ്ടൊന്നും ചെയ്ത് നിർത്തരുത്. തുടർച്ചയായിട്ട് ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് അലർജിയോ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ടെസ്റ്റൊക്കെ ചെയ്ത്, വേറെ ടെസ്റ്റൊന്നും ലാബ് ടെസ്റ്റൊന്നും അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഈ കൈയുടെ സ്കിന്നിലോ ഈ ചെവിയുടെ ഇവിടെയൊക്കെ ഇച്ചിരി ഒന്ന് പുരട്ടിയിട്ട് ഒരു 5-10 മിനിറ്റൊക്കെ ഇരുന്നിട്ട് ഒന്ന് നോക്കിയിട്ടൊക്കെ ചെയ്ത് നോക്കാം. അന്നേരം നമുക്ക് അറിയാമല്ലോ എന്തെങ്കിലും നമുക്ക് അലർജി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ വീടുകളിൽ പച്ചമഞ്ഞൾ എല്ലായിടത്തും കാണത്തില്ലേ? കാണുമായിരിക്കും. ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചോറും അപ്പോൾ തണുത്ത ചോറ് തന്നെ നമ്മൾ എടുക്കാൻ നോക്കണം. കഴിവതും തലേന്നത്തെ ചോറുണ്ടല്ലോ, പഴങ്കഞ്ഞി എന്നൊക്കെ പറയത്തില്ലേ, അത് പിന്നെ വെള്ളം ഒഴിച്ചിടുന്നവരാണെങ്കിൽ അത് എന്തേലും ഒരു അരിപ്പയ്ക്കകത്തോ വല്ലതും ഒന്ന് ഇങ്ങനെ കോരി വെച്ചിട്ട് അതൊന്ന് വെള്ളം വാർന്നു പോകാൻ നോക്കണം കേട്ടോ. അല്ലാതെ ആ വെള്ളത്തോടെ നമ്മൾ ചോറിട്ട് അരക്കരുത്. കഴിവതും പിന്നെ വെള്ളമില്ലാതെ ചോറെടുക്കാൻ നോക്കണം. ചൂട് ചോറല്ല, തണുത്ത ചോറ് തന്നെ എടുക്കണം. പിറ്റേന്നത്തെ കേട്ടോ. പിറ്റേന്ന് രാവിലെ നമ്മൾ എടുക്കത്തില്ലേ, അങ്ങനെയുള്ള ചോറെടുക്കണം കേട്ടോ. ഞാൻ അങ്ങനെയുള്ള ചോറാണ് അരച്ചത്. അപ്പോൾ വേറെ പാടൊന്നുമില്ല. പിന്നെ അരച്ചെടുക്കണം, പിന്നെ അരിച്ചെടുക്കണം. ആ ഒരു പാടേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വെള്ള തുണിക്കകത്തൊക്കെ വരും കേട്ടോ. നമ്മൾ ചില പായ്ക്കുകളൊക്കെ എടുക്കുമ്പം അങ്ങനെ പിഴിഞ്ഞല്ലേ എടുക്കുന്നത്, നന്നായിട്ട് വരും കേട്ടോ. ഒരു തുള്ളി വെള്ളം എടുത്ത് നമ്മൾ ജാറിനകത്ത് ഒഴിച്ച് അരയ്ക്കരുത് കേട്ടോ. വെള്ളം ഒട്ടുമേ പാടില്ല. അത് മാത്രമൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് നല്ലൊരു മാറ്റം കിട്ടും. തുടർച്ചയായിട്ടും ചെയ്യാം, എന്നും നമുക്കിത് ചെയ്യാം കേട്ടോ. നല്ല മാറ്റം കിട്ടും നമ്മുടെ മുഖത്ത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുന്നു ഈ പാവ സൂപ്പ് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ നിർത്താൻ പോവുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സുപ്പുനെ. പിന്നെ ആദ്യമായി എന്നെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോൾ നല്ല എല്ലാവരും അയച്ചു തരുന്ന കമൻറ്റുകളൊക്കെ സുപ്പ് വായിക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷം. ഒന്നും നേരിൽ പോലും കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ നമ്മളോടൊക്കെ എന്താ സ്നേഹം, അതൊക്കെ കാണുമ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോഴെല്ലാവരും കമൻറ്റൊക്കെ അയക്കണം കേട്ടോ. പിന്നെ ലൈക്കൊക്കെ തരാൻ മറന്നു പോവല്ലേ, ഈ സുപ്പിനെ മറന്നിട്ട് പോവല്ലേ നിങ്ങൾ. ലൈക്കൊക്കെ തരണം കേട്ടോ.
എന്ത് കഷ്ടപ്പാടാണെന്നറിയോ സത്യം. പരിഹാസങ്ങളും എന്തൊക്കെയാണെന്നറിയാം ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ. നമുക്കറിയാം, നമുക്ക് വീഡിയോ ചെയ്യുന്നവർക്കറിയാം ഒരു പരിഹാസ കഥാപാത്രമായിട്ടൊക്കെയാണ് നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. സത്യമായിട്ടാണ് ചിലരുടെ നോട്ടവും ചിരിയും ഒക്കെ കാണുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. എന്നാലും കേട്ടപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ. നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.